മന്മഥൻ ഹരനേത്രാഗ്നിയിൽ സന്ദഗ്ധനായി ചാരമായി അയാൾ ചിത്രസേനൻ എന്നുള്ള പറയുന്ന ആൾ ഒരു രൂപമാക്കി. എന്തുകൊണ്ടോ അത് ഒരു അസാമാന്യമായ രൂപമായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് അതിനെ കണ്ട് ചിരിച്ചു. ഭണ്ഡ ഭണ്ഡ എന്ന് പറഞ്ഞു. ഒരു കോമാളിയെപ്പോലെ ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭണ്ഡ ഭണ്ഡ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് അതിന് ഭണ്ഡാസുരൻ എന്ന് എല്ലാവരും കൂടി ഭണ്ഡൻ എന്ന് പേരിട്ടു. പക്ഷേ ചാരത്തുനിന്ന് കാമം നശിച്ചപ്പോൾ ക്രോധരൂപത്തിൽ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. ദേവന്മാർക്ക് വരദാനം ചെയ്തു. പക്ഷേ ആ വരദാനം കൊണ്ട് അയാൾ വളരെ ബലിഷ്ഠനായിരുന്നു. അയാൾക്ക് അയാളുടെ കൂടെ യുദ്ധം ചെയ്യുന്നവരുടെ പാതി ശക്തി അയാൾക്ക് പോകും. അത് മാത്രമല്ല, ഈ പുറത്തുള്ള ശക്തി മാത്രമല്ല, ഈ ശുക്ലശോണിതങ്ങളെ അപഹരിക്കുവാനുള്ള, ധാതുക്കളെ അപഹരിക്കുവാനുള്ള ശക്തിയും അയാൾക്കുണ്ടായി എന്നൊക്കെ സൂക്ഷ്മ രൂപത്തിലുള്ള ശക്തികളെയും അപഹരിക്കുവാനുള്ള കഴിവുണ്ടായി എന്നുള്ളത് കൊണ്ട് അയാൾ വധയോഗ്യനായിട്ട് തീർന്നു. അയാൾ കൊല്ലപ്പെടേണ്ടതായിട്ട് മാറി. അയാൾ ഭണ്ഡൻ എന്നുള്ള പേര് പോയിട്ട് ഭണ്ഡ അസുരൻ എന്നുള്ള അസുഷു രമത്തെ, ചീത്തയായ കാര്യങ്ങളിൽ, മോശമായ കാര്യങ്ങളിൽ രമിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഭണ്ഡാസുരൻ ആകുന്നത്. ഇത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ജീവാത്മാവിനെയാണ്. ആണവമലം എന്നൊക്കെ ശാക്ത സമ്പ്രദായങ്ങൾ എങ്ങും വ്യാപ്തമായിട്ടുള്ള വിഭുവായിട്ടുള്ള പരമാത്മാവിനെ നമ്മൾ അണുവായിട്ട് വിചാരിക്കുന്നു. നമ്മളാരാന്ന് എല്ലാവരോടും ചോദിച്ചാൽ നമ്മളൊരു പേര് പറയും, നമ്മളൊരു രൂപം നമ്മളാണെന്ന് ധരിക്കുന്നു, അതിനോട് നമ്മൾ ഐക്യം പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ജോലി പറയും. അതുപോലെ ഏറ്റവും ആത്മാവിനെ ചുരുക്കി കാണുന്നവൻ, അണുവായിട്ട് കാണുന്നവൻ ആണവമലമാണ് ഈ ഭണ്ഡാസുരനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ദേവിയുടെ വൈഭവമാണെങ്കിൽ വിഭുത്വമാണ്, അത് എങ്ങും നിറഞ്ഞതാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് ഭണ്ഡാസുരൻ ഞാനൊരു ജീവനാണ്, ഞാനൊരു ചെറിയ ജീവിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഭാവമായിട്ടും, അതിനെ കൊല്ലുവാൻ വേണ്ടി ഉദ്യമിക്കുന്ന തയ്യാറായ ദേവി വിഭുവായിട്ടും, എങ്ങും നിറഞ്ഞ പരമാത്മസ്വരൂപിണിയായിട്ടും ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അഹമിത്യേവ വിഭാവയെ മഹേഷീം എന്ന് ദേവിയുടെ ധ്യാന ശ്ലോകങ്ങളിൽ കാണാം. നമ്മൾ ആദ്യം ഒരു ഭക്തനായിട്ട് സങ്കല്പിക്കുന്നു. അവസാനം വരെ, ആദ്യാവസാനം വരെ ദാസൻ എന്നുള്ള ഭാവം ഉണ്ടെങ്കിലും ഞാനും ഈശ്വരനും ഒന്ന് എന്ന് നമ്മൾ കാണുമാറാക്കുന്നതാണ് ഈ സ്തോത്രത്തിൻ്റെ വൈഭവം. ഹനുമാനോട് ഒരാൾ ചോദിച്ചു, അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേഹഭാവേന ദാസോഹം, ജീവഭാവേ ത്വദംശക, ആത്മഭാവേ ത്വമേവാഹം എന്ന് ഇതിമേ നിശ്ചയാമതി എന്ന് ശ്രീരാമനോട് ഹനുമാൻ പറഞ്ഞതായിട്ട് പറയുന്നു. ദേഹഭാവത്തിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ രാമദാസനാണ്. എന്നാൽ ജീവഭാവത്തിൽ ഞാൻ ത്വദംശകൻ, ഞാൻ അങ്ങയുടെ അംശമാണ് എന്ന് ഞാൻ കരുതുന്നു. ആത്മഭാവേ ത്വമേവാഹം, എപ്പോഴാണോ ഞാൻ പരമാത്മാവിനോട് ഐക്യം പ്രാപിച്ചിരിക്കുന്ന ആ ഭാവത്തിൽ, അപ്പോൾ ഞാനും അങ്ങും ഒന്നാണെന്ന് ഞാൻ കാണുന്നു. ഇതിമേ നിശ്ചയാമതി, ഇതാണ് എൻ്റെ ഉറച്ച ബോധം എന്ന് ഹനുമാൻ പറയുന്നു. അതുപോലെ ഈ ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത, ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് നമ്മളെ കുടുക്കുന്ന, നമ്മളെ ഈ ജീവബോധത്തിൽ തളയ്ക്കുന്ന എല്ലാ പാശങ്ങളും ആണ്. ഇതിനെ പിന്നീട് പറയും പാനം, അശനം, അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നൊക്കെ പാശങ്ങളുണ്ടെന്ന് പറയും. അങ്ങനെ ഈ പാശങ്ങളൊക്കെ നമ്മളെ തളയ്ക്കുമ്പോൾ, ഞാൻ ഈ ശരീരം, അതിന് ഭക്ഷണം, അതിന് വെള്ളം, സത്യത്തെ മനസ്സിലാക്കാതെ ഇരിക്കുന്നത്, ഞാൻ ഈ ഇന്ദ്രിയങ്ങളാണ്, ഞാൻ ഈ ഇന്ദ്രിയങ്ങളുടെ സംഘാതമാണ്, ഞാൻ ഈ മനസ്സാണ്, ബുദ്ധിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഇതിനോടുള്ള ഒരു താതാത്മ്യം, ഇതിനോടുള്ള ആഗ്രഹം,
ഇങ്ങനെയുള്ളതൊക്കെയാണ് പാശങ്ങൾ. നമ്മൾ ഇപ്പോൾ ഒരു ഇടുങ്ങിയ അല്ലെങ്കിൽ ചെറിയ ഒരു ജീവനാണ് എന്നുള്ള ബോധം പോയിട്ട് ഞാൻ പരമാത്മ സ്വരൂപമാണ് എന്ന് കാണുന്നവരാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ, രമണ മഹർഷിയെപ്പോലുള്ള മഹാപുരുഷന്മാർ. അവർ ഈ ചെറിയ ഞാൻ അതിനോട് ബന്ധപ്പെടുന്നില്ല. അവർ വിശ്വവ്യാപ്തമായ ഞാൻ എന്ന് പറയുന്നവരാണ് ഐക്യം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പശുപാശങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന പശുപാശ വിമോചനയാണ് ദേവി. അങ്ങനെ ആ വൃത്തികൾ, ഈ ജീവവൃത്തികൾ കുറഞ്ഞിട്ട് പരമാത്മജ്ഞാനത്തെപ്പറ്റിയുള്ള വൃത്തികൾ വർദ്ധിക്കുന്നതാണ് ശക്തി സേനകൾ ഉണ്ടാകുന്നത്. ഭണ്ഡാസുരനെ വധിക്കുവാൻ, ഭണ്ഡാസുരൻ എന്ന് വെച്ചാൽ ഞാനെന്ന ബോധം, ഞാൻ ദേഹമെന്നുള്ള ബോധം, അതിനെ വധിക്കുവാൻ തയ്യാറായിട്ടുള്ള ആത്മവൃത്തികൾ, സദ്വൃത്തികൾ, അതിന് സഹായിക്കുന്ന ജ്ഞാനം, അതിന് സഹായിക്കുന്ന വിദ്യ, ഇതൊക്കെയാണ് ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത എന്നുള്ള മന്ത്രം ആത്മവൃത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിനെ നമുക്ക് ഈ മന്ത്രം പഠിപ്പിച്ചു തരുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.